ഗസ് 2 വാക്ക് അഖിൽമാരാറിനെ പറ്റി പറയണം തോന്നി. ബിക്കോസ് പുള്ളിയുടെ ഈയിടത്ത് കുറച്ച് നിലപാടുകൾ കാണുമ്പോൾ അപ്പോൾ പുള്ളി ആരാണെന്ന് നോക്കിക്കഴിയുമ്പോൾ പുള്ളി ഈ പറയുന്ന ഒരു ഫിലിം സംവിധാനം ചെയ്ത് സംവിധാന രംഗത്തോട്ട് വന്ന് ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായി. അതിനുശേഷം പുള്ളി ഫേസ്ബുക്ക് അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന പോലെ പല പല കാര്യങ്ങളുടെ മൂടും താങ്ങി പിടിച്ച് കുറേ നല്ല നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിച്ച് പുള്ളി ബിഗ് ബോസിലോട്ട് വരുന്നു. ബിഗ് ബോസിൽ വന്ന് എന്നെപ്പോലെ ഒരു കൂട്ടം ജനങ്ങൾ, അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാർ, അല്ലെങ്കിൽ കാര്യങ്ങൾ അങ്ങനെ കണ്ട് വളരുന്ന ഒരു കൂട്ടം സമൂഹം പുള്ളിനെ ഫോളോ ചെയ്യുന്നു, പുള്ളിയുടെ ഫാനായി മാറുന്നു. ബിഗ് ബോസിൽ ഇതിനു മുമ്പ് പല മണ്ടന്മാരെയും കണ്ട ജനങ്ങൾക്ക് പുള്ളി ഒരു ബുദ്ധിമാനായി തോന്നുകയും മുമ്പ് വന്നൊരു മണ്ടനെ പുള്ളി അലറൽ വീര എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്തതിനപ്പുറം പുള്ളി ഒരു സംഭവമായി മാറുന്നു. ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ റോബിൻ്റെ ഒരു വേറെ വെർഷനാണ് അഖിൽമാര. റോബിൻ ബിഗ് ബോസിലുള്ള സാധനം പുറത്ത് വന്ന് കാണിച്ചാൽ ഫേമസ് ആവുമെന്ന് വിചാരിച്ചു. മാരാർ ബിഗ് ബോസിൽ ഗെയിം അത് പുറത്ത് വന്ന് കളിച്ചാൽ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഇദ്ദേഹത്തെ ഞാൻ കാണുന്നത് CCLലാണ്. CCLിൽ ഇദ്ദേഹം ഉണ്ണിമുകുന്ദനായിട്ട് ഭയങ്കര കൂട്ടാകുന്നു, അതിൽ വിവേക് ഗോപനായിട്ട് കൂട്ടാകുന്നു, അങ്ങനെ കുറേ പോസ്റ്റുകൾ. ഞാൻ ഇതിൻ്റെ പേരിൽ ചെറിയൊരു സോഷ്യൽ മീഡിയ റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയങ്ങളിലൊക്കെ പുള്ളി ഉണ്ണിമുകുന്ദൻ, വിവേക് ഗോപൻ ഇവരൊക്കെ ആയിട്ട് കുറേ കൂട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നരേന്ദ്രമോദിയായിട്ടും അതുപോലെ തന്നെ BJP ആയിട്ടും ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എൻ്റെ വെറും തോന്നലാണ്, അല്ലെങ്കിൽ അല്ലായിരിക്കും, എൻ്റെ തോന്നലുകൾ മാത്രമാണ്. എനിക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതേ അഖിൽമാരാർ ഇപ്പോൾ 2020 എന്ന് പറഞ്ഞാൽ NDAയുടെ ഒരു സബ് ഗ്രൂപ്പായിട്ടുള്ള 2020 വേണ്ടി മത്സരിക്കുന്നു. ഇദ്ദേഹം ഇതിനു മുമ്പ് പല ഇൻ്റർവ്യൂസും പൈസ വാങ്ങിയിട്ട് ചെയ്ത ഇൻ്റർവ്യൂസും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസിന് ശേഷം പുള്ളി വണ്ടി വാങ്ങുന്നു, പുള്ളി കയ്യിൽ സ്വർണ്ണമാല ഇടുന്നു, പുള്ളിയുടെ ഇഷ്ടമാണ്, പുള്ളിയുടെ വസ്ത്ര സ്വാതന്ത്ര്യമാണ്, പുള്ളിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അതേസമയം താൻ ഫീൽഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു തോന്നൽ വരുമ്പോൾ താൻ പാർട്ടിയിലിട്ട് മുമ്പ് സ്വതന്ത്ര മത്സരാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം തോൽവിക്ക് ശേഷം ഇപ്പോൾ വേറൊരു പാർട്ടിയുടെ കീഴിൽ മത്സരിക്കുന്നു സ്ഥാനാർത്ഥിയായി. അപ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ ഫീൽഡ് ഔട്ടായി പോകുന്നുള്ള ഭയം കൊണ്ടായിരിക്കും പുള്ളി പാർട്ടിയോട്ട് വരുന്നത്. കാരണം ഈ അടുത്ത് ഞാൻ പുള്ളിയുടെ CCL അല്ലാതെ പുള്ളിക്ക് വലിയ വമ്പിച്ച് ഇത് വന്നത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആ തൊപ്പിയുടെ ഇഷ്യൂവും, പിന്നെ ഇതിനു മുമ്പ് ഞാൻ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത ഇഷ്യൂ ആയിരുന്നു LDFനെതിരെ. പുള്ളിക്കാരൻ മറ്റേ ഫോണിൻ്റെ അന്ന് പറഞ്ഞാൽ കൊറോണ കാലത്ത് ഫോണും ലാപ്പൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞൊരു പറ്റിച്ചു എന്ന് പറഞ്ഞ് പുള്ളി അതിനൊരു അലിഗേഷൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞാനും അതിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. കാരണം എവിടെ തെളിവോടെ സർക്കാർ എന്ന് ചോദിച്ച ആളാണ് ഞാൻ. പക്ഷേ അതിനുശേഷം സർക്കാർ റിപ്പോർട്ടൊക്കെ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ അഖിൽമാരാർ 2020 പുള്ളിയുടെ നിലപാടുകളെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം എല്ലാവരും അതിനെപ്പറ്റി പറഞ്ഞു. പക്ഷേ പുള്ളി ഇപ്പോൾ പൊളിറ്റിക്സിലോട്ട് ഇറങ്ങിയത് പുള്ളിയുടെ നിലയുറപ്പിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ ജനങ്ങളെ ഇതാക്കാനാണോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാണോ, അങ്ങനെ പുള്ളി ഫീൽഡ് ഔട്ട് ആയി പോകാതിരിക്കാനാണോ, അല്ലെങ്കിൽ ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണോ?